Ready? Yes. ഹലോ അസ്സാം വലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ, എന്താണ് വർത്തമാനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളും സുഖമായിട്ട് പോകുന്നു, അൽഹംദുലില്ലാ. എല്ലാവർക്കും സുഖം സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു നോക്കിയല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കുടുംബ സംഗമം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇന്നല്ല, ഇത് തലേന്നാണ് കേട്ടോ. കുടുംബസംഗമത്തിൻ്റെ തലേന്നുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കുറച്ച് പലഹാരങ്ങളൊക്കെ കൊണ്ടുവരാമെന്ന് ഏറ്റതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 2 ചട്ടിപ്പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ രാത്രി തന്നെ പത്തിരിയൊക്കെ ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഓരോ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് ഞാൻ കാണിക്കുന്നുണ്ട്. ഇഷ്ടമായാലും ഒന്ന്, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഒന്ന് അങ്ങോട്ട് ലൈക്ക് അടിച്ചാളി കേട്ടോ. എന്താണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പോഴെങ്കിലുമൊക്കെ നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കനൊക്കെ അമർത്തിയാലാണ് കേട്ടോ നമ്മളെ വീഡിയോസൊക്കെ ഇങ്ങനെ മുന്നിലേക്ക് വരുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ പത്തിരിയൊക്കെ പരുത്തി കഴിഞ്ഞിട്ടുണ്ട്. 3 പത്തിരി ഒപ്പം വെച്ച് പരുത്തിയതാണ് കേട്ടോ. ഒക്കെ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട്. ചില സമയത്ത് ഒട്ടി പിടിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പത്തിരിയൊക്കെ തലേന്ന് രാത്രിയാണ് ഉണ്ടാക്കിയത്. പിന്നെ ഇതൊക്കെ ചെയ്തത് നമ്മൾ രാവിലെ എണീച്ച്, രാവിലെ തന്നെ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ എണീച്ച്, എന്നിട്ട് ഞാൻ ആ ഫാനിൻ്റെ ചോട്ടിലൊക്കെ വെച്ച്, പിന്നെ നമ്മൾ നിസ്കാരമൊക്കെ കഴിയുമ്പോഴത്തേന് നമ്മൾ ഉണ്ടാക്കിയ സീറുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ടൊന്നും ഇത് കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചട്ടിപ്പത്തിരിൻ്റെ ഫുൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ വീഡിയോ ഉണ്ട് കേട്ടോ, ഞാൻ ഉണ്ടാക്കിയതൊക്കെ. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വേഗം സ്പീഡിൽ തന്നെ ഉണ്ടാക്കുന്ന വീഡിയോസാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ 2 പാത്രത്തിലും ഒപ്പം വെച്ച് ഓരോ പത്തിരി വെച്ച് ഒരു പാത്രത്തിൽ, പിന്നെ അതിൽ കുറച്ച് സീറ് ഒഴിച്ച് അതിൻ്റെ അപ്പുറത്തെ പാത്രത്തിൽ ഒരു പത്തിരി വെച്ച്, അത് വീണ്ടും അങ്ങനെ ഒഴിച്ച് ഒരേ ലെവലിലാണ് കേട്ടോ ഒഴിച്ചത്. അല്ലെങ്കിൽ ഒന്നിൽ കുറച്ചാവും, അല്ലെങ്കിൽ ഒന്നിൽ കൂടിയാൽ പ്രശ്നമാവില്ല. അപ്പോൾ ഒരേ ലെവലിൽ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ നമ്മൾ ചട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതാ 2 കവറിലൊക്കെ സെറ്റാക്കി കെട്ടി വെച്ചിട്ടുണ്ട്. നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ഈ ചൂടായതുകൊണ്ട് ഞാൻ അവിടെ എത്തുമ്പോഴത്തേന് ഒരു ഭാഗം ഇങ്ങനെ കോടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ചൂടാറിക്കൊണ്ടുപോകുമ്പോൾ നല്ലൊരു ഉറപ്പുണ്ടാവും, ഒന്നും ആവില്ല നമ്മൾ എങ്ങനെ കൊണ്ടുപോയാലും. അപ്പോൾ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് ബസ്സിൽ നിന്നൊക്കെ മടിയിൽ നിന്നൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഇളകി കളിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ചട്ടിപ്പത്തിരി. എനിക്ക് തിരക്ക് ആൾക്കാരുണ്ടാകുമ്പോഴൊക്കെ നമ്മളെ കൈമലൊക്കെ ബാഗൊക്കെ തന്നാലോ എന്നുള്ളൊരു പേടിയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ അന്നശ്ശേരിയിൽ ഇങ്ങനെ ബസ്സിൽ കയറി നിൽക്കുകയാണ് കേട്ടോ. 8 മണിൻ്റെ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തിയ വിശേഷങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പം കുറേ പേർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ, നമ്മളെ കുറേ ആൾക്കാർക്ക് നല്ല സപ്പോർട്ടാണ് കേട്ടോ. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്തവരൊക്കെ നമ്മളെ വീഡിയോസിൽ കുടുങ്ങിയാലും നമുക്ക് പ്രശ്നമല്ലേ. അപ്പോൾ കുറേയൊക്കെ കുടുങ്ങിയിട്ടുണ്ട്, എന്നാലും അങ്ങനെ മനസ്സിലാവണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കുട്ടിക്കാൻ്റെ പീടിയാന്നൊക്കെ പറഞ്ഞിക്കാണ്ട് ഒരു പീടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ മദ്രസിലൊക്കെ പോയി വരുമ്പോൾ അവിടെ ഒരു കുട്ടിക്കാൻ്റെ പീടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ പേര് തന്നെയാണ് കേട്ടോ കൊടുത്തത്. പിന്നെ ഇതാ ഫുഡിൻ്റെ ഭാഗത്ത് വെള്ളമൊക്കെ കലക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു കേക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അളാപ്പൻ്റെ മോളാണ് കേട്ടോ. ഓള് ഞാനിങ്ങനെ ഓരോ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നുകാണ്ട് ഒരു ഫോട്ടോ എടുത്തതാണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു പെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ സ്വർണ്ണമായിട്ടും പണമായിട്ടും സ്വീകരിക്കുന്നൊക്കെ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളെ തറവാട്ടിലെ പറയാണ് കേട്ടോ. പണ്ടൊക്കെ നെല്ലൊക്കെ ഉണ്ടായിന്. അപ്പോൾ ഈ നെല്ലിപ്പോൾ ഇവിടുന്ന് സംഘടിപ്പിച്ചാണോ എന്നപ്പോൾ നമുക്ക് അറിയില്ല. പറ നമ്മളെ വീട്ടിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ കുട്ടികളൊക്കെ നല്ല ഹാപ്പിയിലാണ്. പിന്നെ അതാ കുട്ടികൾ ഊഞ്ഞാലൊക്കെ 3 ഊഞ്ഞാലുണ്ട് കേട്ടോ. 3 ഊഞ്ഞാലുമ്മലും കുട്ടികൾ നല്ല ആട്ടോടാട്ടാണ്. അപ്പോൾ ഈ പരിപാടിക്കൊന്നും ഇരുന്നിട്ടില്ല കേട്ടോ. വെറും ഊഞ്ഞാല ആടുന്ന പരിപാടി. അപ്പോൾ ഇതാ ഉസ്താദ് ദ്വാരിക്കുന്നുണ്ട്. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين من المرسلين على صراط مستقيم العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا
وإن شيء نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلهيا فإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من അപ്പോൾ 10 മണിയാകുമ്പോൾ തുടങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ 10 മണിയാകുമ്പോഴത്തേന് ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് പേരും കൂടെ വരാനുണ്ട്. അപ്പോൾ ഇപ്പം വന്നത് നമ്മളെ നാത്തൂനാണ് കേട്ടോ. അപ്പോൾ ഒരു വരുമ്പം ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തതാണ്. പിന്നെ എൻ്റെ അളാപ്പാണിത് ഓരോന്ന് ഇങ്ങനെ ഓരോ സംസാരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. പക്ഷേ തീരെ സൗണ്ട് ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ആ സൗണ്ട് പറ്റ പോക്കിയിട്ട് സംസാരിച്ച്. ഇത് പിന്നെ എൻ്റെ അമ്മായിൻ്റെ മോനാണ് കേട്ടോ. നല്ലോണം പാട്ടൊക്കെ പാടും കേട്ടോ. പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. പക്ഷേ ഓരോരുത്തരെ കല പില ആയതുകൊണ്ട് ഒന്നും കേൾക്കുന്നില്ല കേട്ടോ. നമ്മളെ അമ്മായിൻ്റെ മോനാണ്. അമ്മായിൻ്റെ മോളെ കുട്ടിയും ഒക്കെ നല്ല അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. ഇതാ നമ്മളെ കോയക്കാക്ക, അത് എൻ്റെ ആങ്ങളാണ് കേട്ടോ. പിന്നെ ഇതിലറിയാത്ത നമ്മളെ കുടുംബക്കാർക്ക് അറിയാത്തവരൊന്നും ഇല്ല. നമ്മളെ വീഡിയോസ് കാണുന്നവർക്ക് പറഞ്ഞു തരാൻ കേട്ടോ. നമ്മളെ ആങ്ങളാണ് വന്നത്. അപ്പോൾ ഒരേ മുതലാളിൻ്റെ മകന് ഇന്ന് മരിച്ചതുകൊണ്ട് ആദ്യം അങ്ങോട്ട് പോയിട്ടാണ് വന്നത്. അതാ ലേശം നേരം വൈകിയത്. പിന്നെ എന്തൊക്കെയാണ് വിശേഷം, അങ്ങനെ ഓരോരുത്തരിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ ഇങ്ങനെ പരിപാടി നടക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ നെല്ലിക്കൊക്കെ തിന്നുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പം പച്ച ചുരിദാറിട്ട ആൾ കണ്ടില്ലേ, ഈ പീടി തുറന്ന് അന്നേരം അവിടെ കുത്തിരിക്കുന്നുണ്ട്. പരിപാടി ഇപ്പോൾ ഒന്നിനും പോയിട്ടില്ല. അവിടെ നല്ല കയ്യടിയും എല്ലാം ഉണ്ട് കേട്ടോ. എന്തെല്ലോ പരിപാടി നടത്തുന്നുണ്ട്. ഇവിടെ മക്കളും പിള്ളേരും ഒക്കെ കച്ചറാണ് കേട്ടോ. നെല്ലിക്ക തിന്നുന്നതും അതൊക്കെ. അതാ നമ്മളെ ഉമ്മാനെ ആദരിക്കുന്ന, അതുപോലെ ഒരുപാട് ആൾക്കാരെ ആദരിക്കുന്ന ഫോട്ടോ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പിന്നെ അവരുടെയൊന്നും വെച്ചില്ല, നമ്മളെ ഉമ്മാൻ്റെ മാത്രം വെച്ച്. ചിലപ്പം ഇഷ്ടപ്പെടാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ, ഈ വീഡിയോസിൽ വരാൻ ഇഷ്ടപ്പെടാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഞാൻ ഒഴിവാക്കിയത്. എൻ്റെ ഉമ്മാനോട് എന്തെങ്കിലും സംസാരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ സലാം മാത്രം പറഞ്ഞ്. പിന്നെ എൻ്റെ അമ്മായിൻ്റെ മോനാണ് കേട്ടോ. ഓന് പറയണത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഉമ്മ മലപ്പുറത്തുനിന്ന് കൊണ്ടുവന്ന പേരാണ് ഇവിടെ അധികവും. ഇവിടെ എല്ലാവർക്കും എൻ്റെ ഉമ്മൻ്റെ വീട്ടിലുള്ള എല്ലാവരുടെ പേരും ഇവിടെ എല്ലാവർക്കും ഉണ്ട് കേട്ടോ. എല്ലാ മക്കൾക്കും ഉണ്ട്. ഉമ്മ കൊണ്ടുവന്ന പേരാണ് എല്ലാവർക്കും കിട്ടിയത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എല്ലാവരും അതിന് കൈ അടിച്ച് പാസ്സാക്കുകയാണ്. പിന്നെ അതാ നമ്മളെ ഇത്താത്താനെ വിളിച്ചത് എന്താ പറയല്, കുരുത്തക്കേട് അസീന എന്നാണ് കേട്ടോ വിളിച്ചത്. ഓൾ തന്നെ നെട്ടിപ്പോയി. അപ്പോൾ അവൾക്ക് എന്താ പറയേണ്ടതെന്നൊന്നും അറിയുന്നില്ല കേട്ടോ. അപ്പം എനിക്ക് സംസാരിക്കാൻ അറിയൊന്നുമില്ല, കുരുത്തക്കേട് കളിക്കാൻ മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞു. ഇനി കുരുത്തക്കേട് കളിക്കണമെങ്കിൽ ഞാൻ കുരുത്തക്കേട് കളിച്ച് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് നമ്മളെ അളാപ്പൻ്റെ മോളാണ് കേട്ടോ. ഓളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയാണ്. എന്ന് വെച്ചാൽ നമ്മളെ ഈ സംഭവം, ഈ കുടുംബ സംഗമം എന്ന് പറഞ്ഞ് വെറും 2-3 ദിവസം കൊണ്ട് ഉണ്ടായതാണ് കേട്ടോ. പെട്ടെന്ന് അതിൻ്റെ ഇടയിൽ നമ്മളെ അമ്മായിൻ്റെ മോൻ്റെ കുട്ടിക്ക് ഒരു ചെറിയൊരു ആക്സിഡൻ്റൊക്കെ പറ്റി. അപ്പോൾ ഓന് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ആ ഒരു വിഷമങ്ങളുണ്ട്. നമ്മൾ നിർത്തിവെക്കാൻ നോക്കിയിന് കേട്ടോ. അപ്പം അത് വേണ്ടാന്ന് പറഞ്ഞ് അമ്മായിൻ്റെ മോന്. ഇതാണ് കേട്ടോ നമ്മളെ അമ്മായിൻ്റെ മോന്. അപ്പോൾ ഓള് നല്ലൊരു പാട്ടൊക്കെ പാടുന്നുണ്ട്. മ്യൂസിക്കൊക്കെ വെച്ച് കാണ്ടുള്ളൊരു പാട്ടാണ് കേട്ടോ. അപ്പം കോപ്പിറൈറ്റ് കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് സൗണ്ടൊക്കെ പോക്കിയതാണ്. അങ്ങനെ നമ്മളെ ഇക്കാക്കാൻ്റെ മോളെ കുട്ടിയാണ് കേട്ടോ. ഓള് ഇവിടെ കുട്ടികളൊക്കെ നല്ല പാട്ടൊക്കെ പാടുന്നുണ്ട്. ഓള് ഇവിടെ മണ്ണിലിങ്ങനെ ഇരുന്ന് കളിക്കുകയാണ്. പിന്നെ അത് നമ്മളെ വലിയ നാത്തൂനാണ് കേട്ടോ. എല്ലാവരെ കൊണ്ട് ഓരോന്ന് വർത്താനം പറയിപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും മടിയാണ്. അപ്പോൾ പിന്നെ ശരിക്കും കേൾക്കുന്നില്ല കേട്ടോ. പിന്നെ വെറുതെ എങ്ങനെ അത് വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും സൗണ്ടൊക്കെ ഞാൻ പോക്കി. പിന്നെ നമ്മൾ ഫുഡൊക്കെ വരുന്നുണ്ട്. അടിപൊളി ഫുഡേന് കേട്ടോ. പറയാൻ രക്ഷയില്ല എന്ന് പറയും. ബിരിയാണി തിന്നവരൊക്കെ പറയുന്നുണ്ട് അടിപൊളി ബിരിയാണിയാണ്. വെറും ചോറ് തിന്നവരൊക്കെ പറയുന്നത് അടിപൊളി മീൻ കറി ഇനിയെന്ന് പറയും. അത് നമ്മൾ അളാമ വെച്ചതാണ് കേട്ടോ. ഒരു പണ്ടേ പറയും എല്ലാവരും നല്ല രസമാണ്. അപ്പം മീൻ തേങ്ങരച്ച കറിയേനി, പിന്നെ ഉപ്പേരി ഉണ്ടേനി, മീൻ പൊരിച്ചതുണ്ടേനി, മീൻ പൊരിച്ചതും കോഴി പൊരിച്ചതും, പിന്നെ അച്ചാറ്, തൈര്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ടേനി. പിന്നെ നല്ല അടിപൊളി പാട്ട് പാടുന്നുണ്ട്. ഒരു തുള്ളി കേൾക്കുന്നില്ല. കലപില എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫ്രിസ്ക എന്ന് പറഞ്ഞാൽ നല്ല പാട്ട് പാടും കേട്ടോ. പിന്നെ ഇതൊരു അമ്മായിൻ്റെ മോളാണ് കേട്ടോ. മോളെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ മോളെ കുട്ടീൻ്റെ കുട്ടിയാണ് ഓളടുത്ത്. അപ്പോൾ ഓളിങ്ങനെ പനിക്കുന്നുണ്ടോ എന്നിങ്ങനെയൊക്കെ നോക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. ചെറുങ്ങനെ പനിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാനൊരു വീഡിയോസ് എടുത്തതാണ്. അപ്പോഴാണ് ഇങ്ങനെ പനിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കുന്ന അതിൽ കുടുങ്ങിപ്പോയത് കേട്ടോ.
അപ്പോൾ അതാ പിന്നെ ഫുഡൊക്കെ കഴിക്കാനായി. പിന്നെ അതാ അവർ ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും ഒക്കെ ഏറ്റവും ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ പോവാൻ കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ എടുക്കാൻ ഇച്ചിരി സമ്മതിച്ച് പിന്നെ പറഞ്ഞ് മതി കേട്ടോ എന്ന് പറഞ്ഞ് പറയണ്ടേ. ഇത് നമ്മളെ ഒരു അമ്മായിൻ്റെ മോളെ കുട്ടീൻ്റെ ഭർത്താവാണ് കേട്ടോ. പിന്നെ ഫുഡൊക്കെ ഇങ്ങനെ നല്ലോണം അടിപൊളി ഫുഡൊക്കെ ഇനി എല്ലാവർക്കും ചിക്കൻ പൊരിച്ചതും ചിക്കൻ മസാലയും ഒക്കെ ഇങ്ങനെ നല്ലോണം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മീൻ പൊരിച്ചത് എടുക്കാതെ ചിക്കൻ പൊരിച്ചതും കൂട്ടി വെറും ചോറും ഉപ്പേരിയും ഒക്കെ കൂട്ടിക്കണ്ട് നല്ല അടിപൊളിയായിട്ട് കണ്ട് കഴിച്ച് ഒരു രക്ഷയില്ല. അച്ചാർ നല്ല അടിപൊളിയായിന് കേട്ടോ. പിന്നെ ഇതാ തൈര് ഞാനങ്ങനെ കൂട്ടിയിട്ടില്ല. അതിപ്പോൾ രസമുണ്ടോ ഇല്ലേ എന്നൊന്നും അറിയില്ല. നമ്മളെ ചോറാണ് ഇട്ടത്. നല്ല മീൻ പൊരിച്ചതും മീനല്ല കേട്ടോ, ചിക്കൻ പൊരിച്ചതും അച്ചാറും മീൻ കറിയും ഉപ്പേരിയും അതൊക്കെ നല്ലോണം നമ്മൾ തട്ടുമ്പോൾ ആരും ഓർത്തില്ല കേട്ടോ. പിന്നെ ചോറ് പകുതി എത്തിയപ്പോഴാണ് നമ്മളെ ഉമ്മാനെ ഓർമ്മയായത്. അപ്പോൾ ഞാൻ ഓർമ്മയായി പോയി നോക്കുമ്പോൾ എൻ്റെ വലിയ ഇത്താത്ത ചോറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ അളാപ്പാണ് പൂച്ചനെയും തോളിലിട്ട് ഇങ്ങനെ പോയത്. പിന്നെ അവരെല്ലാവരും താഴത്ത് ഇരുന്ന് ഇങ്ങനെ ഒരു ഷീറ്റിൽ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് കണ്ടാണ് ഓരൊക്കെ അങ്ങനെ കേട്ടോ. ആണുങ്ങളൊക്കെ അധികം അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടേന്. അപ്പോൾ ഞാനത് ഒന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ ഇതാ നമ്മൾ ചായപ്പിൽ ഇന്ന് ബദാം മിൽക്ക് കേക്കും പിന്നെ ചിക്കൻ ബിരിയാണി, ചില്ലി, ചായ, പഴംപൊരി, സമൂസ, ഉണ്ണിയപ്പം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഈ അടുക്കളയ്ക്ക് ചായപ്പ് എന്നാണല്ലോ പറയൽ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ചായപ്പിൽ ഇന്ന് ബദാം മിൽക്ക് കേക്കും ചിക്കൻ ബിരിയാണി എന്നൊക്കെ എഴുതിയത് കേട്ടോ. പിന്നെ അതാ ഓരോരുത്തർ ചിക്കൻ ബിരിയാണിയും ഒക്കെ കഴിക്കുന്നുണ്ട്. ഇതിൻ്റെ അമ്മായിൻ്റെ മോളെ കുട്ടിയും പുതിയ ആപ്പിളയും ഒക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുട്ടിക്കാൻ്റെ പീടിയേക്ക് ഇങ്ങനെ പോയിട്ടോ. പണ്ടത്തെ എന്താണ് ഇതിന് പറയൽ, എന്തോ ഒരു മുട്ടായി ഇങ്ങനെ പല്ലുമ്മലിങ്ങനെ ഒട്ടിക്കാണ്ടുള്ളൊരു മുട്ടായിയാണ്. അപ്പം കടയിൽ ആരുമില്ല കേട്ടോ. മാങ്ങൻ്റെ കുപ്പി മൊത്തം കാലിയായിട്ടുണ്ട്. ഇനി ഒരു നുള്ളു നെല്ലിക്കേ ഉള്ളൂ. പിന്നെ പണ്ടത്തെ മുട്ടായികളൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മളെ പണ്ട് മദ്രസയിലൊക്കെ പോകുന്ന സ്ഥലത്തൊരു കുട്ടിക്കണ്ടേരി കേട്ടോ. അപ്പോൾ ആ കുട്ടിക്കാൻ്റെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നിന്ന പീടിയ കച്ചവടക്കാരി ചോറ് തിന്നാനായിട്ട് പോയിക്കെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ പിന്നെ ചീത്ത അറിയുന്നുണ്ട് കേട്ടോ. അപ്പം ആരും ഇല്ലാത്ത തക്കത്തിൽ എല്ലാ മുട്ടായും കൈമലാക്കിയിട്ടുണ്ട്, ഓരോരോ മുട്ടായി. അതിന് എന്നോട് പറയുന്നുണ്ട് ഞാനിവിടെ നിന്നതുകൊണ്ട് എല്ലാ മുട്ടായും തീർത്തെന്ന് പറയും, അതുകൊണ്ട് ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ പിന്നെ നമ്മളും മക്കൾ ആടിയ ഊഞ്ഞാലമല ഒന്ന് ആടി നോക്കിയതാണ്. അറ്റുപോവോ എന്നൊക്കെ ഒരു സംശയമുണ്ട് കേട്ടോ. Ready? Ready?
അങ്ങനെ നമ്മളെ പരിപാടികളൊക്കെ കുറച്ച് ഇതൊന്നല്ല കേട്ടോ, ഒരുപാട് പരിപാടികളുണ്ട്. ഇനി കസാലക്കളി ഉണ്ടേനി, പിന്നെ വലിയ ആണുങ്ങളെ കസാലക്കളി, പെണ്ണുങ്ങളെ കസാലക്കളി, പിന്നെ ചെറിയ മക്കളെ കസാലക്കളി, അതൊക്കെയാണ് കാണേണ്ടത് കേട്ടോ. അതൊന്നും എൻ്റെ വീഡിയോസൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ വലിയവരതൊന്നും പിന്നെ ഞാൻ ഇടാത്തതാണ് കേട്ടോ. നമ്മൾ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ഓടിക്കളിക്കുന്നതൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ മക്കളെ വീഡിയോസ് ആരോ ഫോണിലൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും കിട്ടിയില്ല. അതിന് കിട്ടിയാൽ ഇതിൽ വെക്കും, അല്ലെങ്കിൽ വെക്കൂല കേട്ടോ. കുട്ടികളെ കസാലക്കളിയിൽ ഓരോരുത്തർ തോക്കുന്നതിനനുസരിച്ച് കരിയുക, വീണ്ടും ഒരയില ആക്കുക, ഒരു വട്ടം കൂടെ അതിൽ തോക്കുമ്പോൾ വീണ്ടും കരിയുക. ലാസ്റ്റ് കസാലക്കളി നീണ്ടുപോയി, മക്കളൊറ്റൊന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല, ഔട്ടാവുമ്പോൾ കരയട്ടോ. അങ്ങനെ എല്ലാവരും പോവാണ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ, നല്ല അടിപൊളി പരിപാടി. ഇനി എല്ലാവരും ഒത്തൊരുമിച്ചിൽ കണ്ടതിൽ ഒരുപാട് സന്തോഷം. നമ്മളെ വീടും ഇതേപോലത്തെ ഒരു വീടുണ്ട്. ഈ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് കഴിഞ്ഞിട്ടോ. അതൊക്കെ നമ്മൾ വിറ്റ് ഇവിടുന്ന് അങ്ങോട്ട് പോയി. അതോടെ നമ്മളെ എല്ലാ പണ്ടത്തെ സൗകര്യങ്ങളൊക്കെ പോയിട്ടോ. പിന്നെ അതോടെ എല്ലാം പോയി എന്ന് പറയാം. അങ്ങനെ ഇതിൽ നമ്മളെ ഉപ്പല്ല, അതിൻ്റെ വിഷമങ്ങളൊക്കെ ഓരോരുത്തർ പറഞ്ഞപ്പോൾ ഞമ്മക്കും വിഷമങ്ങളായി. അങ്ങനെ ഞങ്ങളെ അമ്മായിൻ്റെ ഒരു മോന് ഞങ്ങളാക്കി തരികയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ.